Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 19th lecture of Web Design and Production for Business. Topic HTML Introduction. This is on the module 2. What is HTML? HTML stands for Hypertext Markup Language. It is the most commonly used languages for creating web pages. വെബ് പേജസ് എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ടിം ബെർണേഴ്സ്-ലീ ഇൻ 1991. HTML is not a programming language, but it is a markup language containing a set of markup tags. Markup tags are usually called HTML tag. അപ്പോൾ HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. അതായത് നമ്മുടെ വെബ്സൈറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. 1991 ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ ടിം ബെർണേഴ്സ്-ലീ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. Also, HTML describes the structure of a web page. HTML consists of a series of elements. HTML elements tell the browser how to display the content. HTML elements form the building blocks of all websites. The browser does not display the HTML tags but uses these tags to interpret the content of the page. HTML ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിനെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ HTMLൻ്റെ അകത്ത് സീരീസ് ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കും നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേ ആവണ്ടേന്ന്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ HTML എലമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് വെബ്സൈറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് കുറേ ടാഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടാഗുകളൊന്നും എന്ത് ചെയ്യത്തില്ല, ഡിസ്പ്ലേ ആവത്തില്ല നമ്മുടെ ഔട്ട്പുട്ട് പേജിൽ. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ആവുന്നത്. അതിൻ്റെ അകത്ത് ഈ ടാഗുകളൊന്നും നമുക്ക് ഡിസ്പ്ലേ ആവത്തില്ല. നമ്മുടെ കണ്ടൻറ്റ് മാത്രം ആ പേജിൽ എംഫസൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾസോ HTML ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്, സോ ഇറ്റ് യൂസസ് സിമ്പിൾ tags to mark up and format the content. These tags are enclosed in angular brackets like angle bracket HTML. Almost all the tags have their closing tag. അതായത് ഈ HTML എന്ന് എഴുതിയേക്കുന്ന കണ്ടോ, രണ്ട് ആംഗിൾ ബ്രാക്കറ്റിലിട്ട് അതിൻ്റെ അകത്താണ് HTML എന്ന് എഴുതിയത്. ഇതിന് ഒരു ക്ലോസിങ്ങും കാണും. അതാ താഴെ പറഞ്ഞേക്കുന്നത് ദി HTML tag informs the browser that a HTML document has been started. Similarly, a closing HTML tells the end of HTML document. അതായത് നമ്മളൊരു വേർഡ് പാഡിലാണ് ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു നോട്ട് പാഡിൻ്റെ അകത്താണ്. ഈ നോട്ട് പാഡിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് HTML എന്നുള്ള ടാഗാണ്. അതിനൊരു ക്ലോസിങ് ടാഗും ഉണ്ട്. ഈ ടാഗ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓപ്പണിംഗ് HTML ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നും, താഴെ കണ്ടോ ഒരു ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് HTML എഴുതി / ഇട്ടേക്കുന്നുണ്ടോ, അതെന്ന് പറയുന്നത് ക്ലോസിങ് HTML ആണ്. അതെന്ന് പറയുന്നത് എന്ത് പറയുന്നു, ആ ഡോക്യുമെൻറ്റിൻ്റെ എൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസിങ് HTML എഴുതുന്നത്. ദെൻ to see your content you need to save your file with .html or .htm extension and then simply run it by choosing the option to open with any browser. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നോട്ട് പാഡിലാണ് അത് ടൈപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ചെയ്യുമ്പം ആ ഡോക്യുമെൻറ്റ് ആ ഫയൽ നിങ്ങൾ സേവ് ചെയ്യുന്നതെന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ .html എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും ആ ഫയൽ സേവ് ചെയ്യുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ ആ നോട്ട് പാഡിലെ ഫയൽ സേവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് .html ഇട്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ ഇട്ട് സേവ് ചെയ്ത ശേഷം ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ
റൺ ചെയ്താൽ മതി. അതായത് ഓപ്പൺ വിത്ത് നമ്മുടെ ക്രോമിലോ അല്ലെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഔട്ട്പുട്ട് ഒരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതാണ് പറഞ്ഞത്, നോട്ട് പാഡിൽ നിങ്ങൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തു, എന്തിൽ സേവ് ചെയ്യുന്നു? .html ഇട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. ഇതാണ് ബേസിക് HTMLൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ടു റൈറ്റ് HTML documents and to prepare web pages, the following are essential. First one, Windows based computer system with a text editor like Notepad or WordPad. അതായത് മസ്റ്റായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തൊരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു വേർഡ് പാഡോ കാണണം. അതായത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ കാണണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങൾ ചെയ്യേണ്ട ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ ആ കോഡ് ടൈപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് പാഡ് അല്ലെങ്കിൽ ഒരു വേർഡ് പാഡ് മസ്റ്റായിട്ട് വേണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓർ എനി ഹൈ വേർഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഫയൽ എന്ത് ചെയ്തു? .html ഇട്ട് നിങ്ങൾ സേവ് ചെയ്തു. അതിന് ശേഷമായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ, അതായത് നിങ്ങൾ റൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബ്രൗസറിലായിരിക്കും. ഒന്നുകിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ, മസ്റ്റായിട്ട് ലോ വേർഷനായ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ നിങ്ങൾക്ക് റൺ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹയർ വേർഷൻസിൽ ഏതിൽ വേണമെങ്കിലും, ഏത് ബ്രൗസറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റൺ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം HTMLൻ്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് എ ടെക്സ്റ്റ് എഡിറ്റർ ലൈക്ക് നോട്ട്പാഡ് ഓർ വേർഡ് പാഡ്. സെക്കൻഡ് വൺ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓർ എനി ഹൈ വേർഷൻ. Then going to what are the features of HTML. It is easy to learn and easy to use. അതായത് നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കോഡ് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും സാധിക്കും. It is a platform independent. Then images, video and audio can be added to the web page. Then hypertext can be added to text. Also it is a markup. Features of HTML ചോദിക്കുകയാണെങ്കിൽ it is easy to learn and easy to use. It is platform independent. Then images, audio can be added to a web page. Then hypertext can be added to the text. Then it is a markup language. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ HTML എന്താണെന്ന് മനസ്സിലായി. HTML എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് കണ്ടെയ്നിങ് എ സെറ്റ് ഓഫ് markup tags are usually called HTML tags. All HTML documents should be typed in any editor, any text editor like Notepad or WordPad. Then it has to be served with .html extension. A web browser is required to display the web page that has been created. Also, the purpose of a web browser is to read HTML documents and compose them into visible or audible web pages. The browser does not display the HTML tag but uses these tags to interpret the content of the page. HTML elements form the building blocks of all websites. HTML allows images and objects to be embedded and can be used to create interactive forms. Then the features of HTML are: it is easy to learn and easy to use. It is platform independent. Images, video and audio can be added to a web page. Then hypertext can be added to text. It is a markup language. Next one, why learn HTML? Because it is a simple markup language. Its implementation is easy. And also it is used to create websites. It helps in developing fundamentals about web programming and boost professional career. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ HTML പഠിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? ഒരു
സിമ്പിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈസിയാണ്. പിന്നെന്താണ്, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഏതൊരു വെബ് പ്രോഗ്രാമിങ്ങിൻ്റെയും ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത് HTML ആണ്. പിന്നെന്താണ്, യൂസ്ഡ് ടു ബൂസ്റ്റ് പ്രൊഫഷണൽ കരിയർ. ഇത്രയാണ് ബേസിക് ഒരു HTML ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. HTML എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് HTML നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു HTML ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, പിന്നെന്താണ് അതിൻ്റെ അകത്ത് നോട്ട് പാഡ് വേണം, പിന്നെന്താണ് ഒരു ബ്രൗസർ വേണം അത് ഓപ്പൺ ചെയ്യാനായിട്ട്, റൺ ചെയ്യാനായിട്ട്. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ HTML.